നമസ്കാരം. വെള്ളിയങ്കിരി മല കയറിയാൽ വേറെ ഏതു മലയും കയറാം എന്നൊരു വായ്മൊഴിയുണ്ട്. വെള്ളിയങ്കിരിയിൽ ശിവഭഗവാൻ എങ്ങനെ കുടികൊള്ളുന്നുവോ അതേപോലെ ഭഗവാൻ സിദ്ധേശ്വരരായി കുടികൊള്ളുന്ന അതിസാഹസികത നിറഞ്ഞ പാലമലയെക്കുറിച്ചും അവിടെയുള്ള ശിവൻകോവിലിനെ പറ്റിയും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു സിദ്ധേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം സേലം, ഈറോഡ് ജില്ലകളുടെ അതിരിലുള്ള മേട്ടൂരിനടുത്ത് പാലമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ സിദ്ധേശ്വരർ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും മൂലവരോടൊപ്പം ഒരേ സന്നിധിയിൽ കുടികൊള്ളുന്നു എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. സേലം, ഈറോഡ് ജില്ലകളിലായി ഏകദേശം 80 കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന പടിഞ്ഞാറ് തുടർച്ചിമലയുടെ ഭാഗമാണ് പാലമല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4820 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലമലയിൽ തുമ്മമ്പതി, അണൈക്കാട്, പെരിയകുളം, ഈച്ചങ്കാട്, നത്തക്കാട്, നാഗമ്പതി, സിംഗാരത്തോപ്പ് എന്നിങ്ങനെ 34 പരം ഗ്രാമങ്ങളും 4000-ലധികം ആദിവാസി ജനങ്ങളും ജീവിച്ചു വരുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. വെള്ളിയങ്കിരി മല പോലെ 7 തുടർച്ചയായുള്ള മലകളിൽ 7ാമത്തെ മലയായ പാലമലയിലാണ് സിദ്ധേശ്വര സ്വാമി കോവിലുള്ളത്. ഈ മലയ്ക്ക് സിദ്ധേശ്വരൻ മല എന്നും നാമമുണ്ട്. ചില ഭാഗങ്ങളിൽ കുന്നുകളും ചില ഭാഗം നിബിഡ വനവുമായി കാണപ്പെടുന്ന ഈ മലകളിലായി കാർഷിക വിളകളായ ചാമ, ചോളം, നെല്ല്, റാഗി എന്നിവ കൂടാതെ ഫലവൃക്ഷങ്ങളും ആദിവാസി സമൂഹം കൃഷി ചെയ്തിട്ടുണ്ട്. ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലം എന്നതിലുപരി സന്ദർശകർക്ക് മലയിൽ വിളയുന്ന ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും ഇവിടെ സൗകര്യമുണ്ട്. ട്രക്കിംഗ് ആസ്വാദകരുടെ പ്രിയ സ്ഥലങ്ങളിൽ ഒന്നാണിവിടം. ഇതല്ലാതെ ഒരു ചെറിയ വിദ്യാലയവും ഇവിടെയുണ്ട്. പക്ഷേ ആശുപത്രിയോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെയില്ല. വെള്ളിയങ്കിരി പോലെ കഠിനമാണ് ഇവിടെയും മലകയറ്റം. പാലമല സിദ്ധേശ്വര സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഈ മലയിൽ ജീവിച്ചിരുന്ന ആദിവാസി സമൂഹത്തിലെ ഇർലർ വംശത്തിലെ ഒരാൾ ഉരുളക്കിഴങ്ങ് എടുക്കാനായി മലമുകളിൽ കടപ്പാറ കൊണ്ട് തോണ്ടിയപ്പോൾ ആയുധം ഒരു സ്വയംഭൂ ശിവലിംഗത്തിൽ തട്ടി പാൽ തെറിച്ചുയർന്നു. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അറിയാതെ പറ്റിയ തെറ്റിൽ പശ്ചാത്തപിച്ച അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് സ്വയംഭൂ ശിവലിംഗം ഉയർന്നു വന്നു. പിന്നീട് ആ സമുദായക്കാർ മല ഉച്ചിയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചു പൂജിച്ചു എന്നാണ് ഐതിഹ്യം. പാൽ വന്ന ഐതിഹ്യത്താൽ ഈ മലയ്ക്ക് പാലമല എന്ന നാമം വന്നു. ഒരുപക്ഷെ യുഗങ്ങൾക്ക് മുമ്പ് സിദ്ധന്മാർ പൂജിച്ചതായി കണക്കാക്കപ്പെടുന്ന സ്വയംഭൂ ശിവലിംഗമായതിനാലോ എന്തോ ഭഗവാൻ സിദ്ധേശ്വരർ എന്നറിയപ്പെട്ടു. ഇന്നും ആദിവാസി സമൂഹത്തിലെ ആളുകൾ തന്നെയാണ് തലമുറകളായി പൂജ നടത്തുന്നത്. അവർക്ക് സ്വന്തമായ കോവിലുമാണിത്. ഈ ഐതിഹ്യത്തിന്റെ ചിത്രം ക്ഷേത്രത്തിലുണ്ട്. പാലമല സിദ്ധേശ്വരർ കോവിലേക്ക് എത്തുവാൻ പ്രധാനമായും 4 വഴികളാണുള്ളത്. മേട്ടൂർ അമ്മാപേട്ട വഴിയിൽ നെരിഞ്ചിപ്പേട്ടയിൽ ഇറങ്ങി 15 കിലോമീറ്റർ ദൂരം നടന്ന് പാലമലയിലെത്താം. മേട്ടൂരിൽ നിന്ന് അമ്മാപേട്ടയിൽ ഇറങ്ങി അവിടെ നിന്ന് ഊമാറെട്ടിയൂർ വന്ന് മലപ്പാത വഴി സിദ്ധേശ്വരർ കോവിലേക്ക് എത്താം. മേട്ടൂർ കുളത്തൂർ വഴി കണ്ണാമൂച്ചി വന്ന് അവിടെ നിന്ന് മല കയറാം. ഭവാനി കുരുവറെട്ടിയൂർ വഴി പാലമലയിലേക്ക് എത്താം. നെരിഞ്ചിപ്പേട്ടയിൽ നിന്ന് കോവിലിലേക്ക് ബസ് സൗകര്യമോ ജീപ്പ് സൗകര്യമോ ഇല്ല. പൂർണ്ണമായും ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർ മാത്രം പോകുന്ന കഠിനമായ പാതയാണിത്. 7 മലയും നടന്നു തന്നെ പോകണം. 6ാമത്തെ മലയടിവാരത്തിൽ ഊമാറെട്ടിയൂർ വഴി വരുന്നവരും ഒരേ പാതയിൽ തന്നെ വന്നെത്തും. നെരിഞ്ചിപ്പേട്ട വഴി വരുന്നവർ അടിവാരത്തിലുള്ള ശിവൻകോവിലിൽ പ്രാർത്ഥിച്ച ശേഷം മല കയറുന്നു. കുത്തനെയുള്ള മലകയറ്റമാണ്. വെള്ളിയങ്കിരി മലയിൽ ഭക്തർ തുടർച്ചയായി യാത്ര ചെയ്ത് വഴികളെങ്കിലുമുണ്ട്. ഇവിടെ ശരിയായ വഴികളില്ല. നിബിഡ വനത്തിലൂടെ വിജനമായ പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഒറ്റയ്ക്ക് ഈ വഴി പോകുന്നത് ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പല ഭാഗത്തേക്കും വഴികളുള്ളതിനാൽ സഞ്ചാരികൾ വഴിതെറ്റുന്നത് സാധാരണം. പോകുന്ന വഴിയിൽ ചെറിയൊരു കുളവും കിണറും വിശാലമായ പാറകളും ചെറിയ വിനായകർ പ്രതിഷ്ഠയും ഭക്തർക്ക് കാണാം. നെരിഞ്ചിമേട് വഴി യാത്ര ചെയ്യാൻ ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും എടുക്കും. കണ്ണാമൂച്ചി വഴി പോകുന്നവർക്ക് അടിവാരത്തിൽ നിന്നും 5 മല വരയ്ക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. ഗ്രാമവാസികൾ തന്നെ മല പിളർന്നുണ്ടാക്കിയ മൺപാതയായതിനാൽ കരടുമുരടായ പാതയാണ്. ജീപ്പിൽ പോകുന്നത് തന്നെ അതിസാഹസികതയുള്ള യാത്രയാണ്. 11 കിലോമീറ്റർ ദൂരം ജീപ്പിൽ യാത്ര ചെയ്ത ശേഷം സിംഗാരത്തോപ്പ് എന്ന അവസാന ഗ്രാമത്തിൽ ജീപ്പ് നിർത്തുന്നു. അവിടെ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട് പാലമല സിദ്ധേശ്വരർ കോവിലിലേക്ക്. ഭക്തർ 2 മലകൾ നടന്നു തന്നെ പോകണം. ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും എടുക്കും അവിടെ എത്താൻ. കൂടുതൽ പേരും യാത്ര ചെയ്യുന്നതും കുറച്ചെങ്കിലും എളുപ്പമുള്ളതും കുരുവറെട്ടിയൂർ വഴിയാണ്. അടിവാരത്തിലുള്ള പിള്ളയാർ കോവിലിൽ ആദ്യമായി പോകുന്നവർ നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഉടച്ച ശേഷം മല കയറുന്നു. അവിടെ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. ആദിവാസി ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണിത്. പോകുന്ന വഴിയിൽ മുമ്പുകാലത്ത് യാത്രികർ വെറ്റില മുറുക്കാൻ വിശ്രമിച്ചിരുന്ന നീണ്ട വെറ്റിലപ്പാറ തിമ്മമ്പൊതി എന്ന ഗ്രാമം. അവിടെ കുറച്ച് കടകളുണ്ട്. അടുത്തത് പെരിയകുളം. ഭക്തർക്ക് മുടിയിറക്കി കുളിച്ചു പോകാൻ സൗകര്യമുണ്ട്. കുളത്തിലുള്ള വരടിക്കൽ ഉയർത്തിയാൽ വിവാഹം വേഗം നടക്കും എന്നാണ് വിശ്വാസം. അടിവാരത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട് കോവിലിലേക്ക്. 1.5 മണിക്കൂർ ജീപ്പിൽ യാത്ര ചെയ്താൽ പൂസാരിയൂർ എന്ന ഗ്രാമത്തിലാണ് ജീപ്പ് നിർത്തുന്നത്. അവിടെയും ഒരു വിനായകർ കോവിലുണ്ട്.
1 മണിക്കൂറെങ്കിലും സമതല പാതയിലൂടെയും കുത്തനെയുള്ള വഴികളിലൂടെയും നടന്ന് ഒടുവിൽ ഭക്തർ ജീർണിച്ച കൽപ്പടവുകളിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോവിൽ അടുത്താണ്. ഭക്തർ രാത്രിയിൽ മലയിലുള്ള പള്ളിക്കൂടത്തിൽ തങ്ങിയും പല പാറകളിലും രാത്രി വിശ്രമിച്ചും അതിരാവിലെ മല കയറുന്നുണ്ട്. അതല്ലാതെ ജീപ്പ് സൗകര്യം ഉണ്ടായിട്ടും നേർച്ചയായി അടിവാരം മുതൽ കോവിൽ വരെ നടന്നു പോകുന്നവരും കുറവല്ല. ലഘുഭക്ഷണങ്ങളും അത്യാവശ്യ സാധനങ്ങളുമല്ലാതെ വേറൊന്നും മലയിൽ കിട്ടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും മല കയറുന്നതിന് തടസ്സമില്ല. പക്ഷേ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ചെരുപ്പ് ധരിച്ചുകൊണ്ട് മല കയറുന്നതും അനുവദനീയമാണ്. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ താൽക്കാലിക കടകൾ തുറക്കുന്നത്. ഭക്തരുടെ വാഹനങ്ങൾ അടിവാരത്തിൽ പാർക്ക് ചെയ്യാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. 7ാമത്തെ മലയായ പാലമലയുടെ ഉച്ചിയിൽ ദീർഘചതുരാകൃതിയിൽ കുറച്ചു ഭാഗം സമതലമാക്കിയ ഇടത്താണ് ഒരേ ഒരു ഗർഭഗൃഹവും മുൻമണ്ഡപവും മാത്രമുള്ള സിദ്ധേശ്വരർ സ്വാമി കോവിൽ നിലകൊള്ളുന്നത്. കൊടിമരമോ രാജഗോപുരമോ ഒന്നുമില്ലാത്ത ചെറിയൊരു ശിവൻകോവിലാണിത്. കോവിലിന്റെ മുകൾ ഭാഗത്തായി ശിവലിംഗത്തിന്റെ വലതുഭാഗത്ത് മഹാവിഷ്ണുവിന്റെയും ഇടതുഭാഗത്ത് ബ്രഹ്മാവിന്റെയും ശില്പങ്ങൾ കാണാം. സിറുമലയിലെ പോലെ കോവിൽ മുൻവശത്ത് ഒരു വലിയ മണി തൂക്കിയിട്ടിരിക്കുന്നു. പ്രധാന സന്നിധിയിൽ സിദ്ധേശ്വരർ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി വലതുഭാഗത്ത് മഹാവിഷ്ണുവിനൊപ്പവും ഇടതുഭാഗത്ത് ബ്രഹ്മാവിനൊപ്പവും വടക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഇരുളക്കിഴങ്ങ് കൊണ്ടുള്ള നൈവേദ്യങ്ങളാണ് ഇവിടെ ഭഗവാന് സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമായി സുരക്ഷയ്ക്കായി കമ്പി കൊണ്ട് ഗ്രില്ലിട്ടിട്ടുണ്ട്. സന്നിധിക്ക് മുൻവശത്തായി വിനായകർ പ്രതിഷ്ഠയും ഉപപ്രതിഷ്ഠകളായി തിരുക്കോടിയമ്മൻ, തേൾസ്വാമി, മാതേശ്വരർ ശിവലിംഗം, നന്ദി, ആഞ്ജനേയർ, വേൽ എന്നിങ്ങനെ കുറച്ച് പ്രതിഷ്ഠകൾ ഒന്നിച്ചു പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതല്ലാതെ നവഗ്രഹ സന്നിധിയും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ ചെറിയൊരു മടപ്പള്ളിയുണ്ട്. സോളാർ പാനലുകളാണ് വൈദ്യുതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. പാലമലയിൽ നിന്ന് നോക്കിയാൽ കാവേരിയാറ് വളഞ്ഞുപുളഞ്ഞു ഒഴുകുന്നതും തെർമൽ പവർ പ്ലാന്റും വ്യക്തമായി കാണാം. പുരട്ടാസി മാസത്തിലെയും ചിത്രമാസത്തിലെയും ശനിയാഴ്ചകളും പ്രദോഷം, അമാവാസി, പൗർണമി, ശിവരാത്രിയും ഇവിടെ പ്രധാനം. അതല്ലാതെ വർഷത്തിലെ എല്ലാ ശനിയാഴ്ചകളിലും മാത്രമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. പുരട്ടാസി ചിത്രമാസങ്ങളിലെ ശനിയാഴ്ചകളിൽ 10,000-കണക്കിന് ആളുകൾ ക്ഷേത്രം സന്ദർശിക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവുമുണ്ട്. ഉത്സവമൂർത്തികളെ പെരിയകുളം ഗ്രാമത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അന്നേ ദിവസങ്ങളിൽ തേരോടും വീതിയിൽ അന്നദാനവും നടക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ 24 മണിക്കൂറും ജീപ്പ് സർവീസ് ഉണ്ടെന്നാണ് വിവരങ്ങൾ. ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പ്രത്യേക സമയങ്ങളില്ല. വെള്ളിയങ്കിരിയിൽ ശിവഭഗവാൻ ഏഴുമലയാനായി കുടികൊള്ളുന്നത് പോലെ ഇവിടെയും ഭഗവാൻ ഏഴുമലയാനാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ വിലയിരുത്താൻ ഉപകരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മേട്ടൂരിൽ നിന്ന് 35 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മേട്ടൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.